അല്ലേ ഇതെന്തേ അത് നടക്കില്ല. അത് ഒഴിവാക്കുക. ഒന്ന് സ്ഥലം പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പോയിരിക്കും. നമസ്കാരം. അൻസിബ, ടിനി ടോം, ലക്ഷ്മിപ്രിയ വിഷയം ഇപ്പൊ എവിടെ ചെന്ന് ഇടിച്ച് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്വേതാ മേനോനിലാണ് പോയി നിൽക്കുന്നത്. ശ്വേതാ മേനോന്റെ രണ്ടാമത്തെ ഭർത്താവായിട്ടുള്ള ശ്രീ വത്സൻ എന്ന് പറയുന്ന വ്യക്തി ചില റൈറ്റപ്പുകൾ, അതായത് പ്രസംഗിക്കാനുള്ള സംഭവങ്ങളൊക്കെ എഴുതി കൊടുക്കാറുണ്ട് ഒരു വ്യക്തിക്ക്. ആർക്ക്? അമിത്ഷായ്ക്ക്. ആളെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടല്ലോ. അദ്ദേഹത്തിന് എഴുതി കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ള ടീമാണ്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഏത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു വീഡിയോയോട് കൂടി നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അൻസിബ ഇവിടെ നിരപരാധിയാണ്. ഇവിടെ കുടുക്കിയിട്ട് വേറെ പല കാര്യങ്ങളും മുക്കി ഉള്ള പരിപാടിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് ഞാൻ പറയുന്നതെല്ലാം കേൾക്കുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന കമന്റും ഇടാൻ മറക്കണ്ട. ഞാൻ അതിനോടൊപ്പം ഒരു കാര്യം തുടർന്ന് പറഞ്ഞു തരാം. അതായത് അൻസിബയ്ക്കെതിരെ ആൾക്കാർക്ക് പൈസ കൊടുത്ത് അൻസിബയ്ക്കെതിരെ വീഡിയോ ചെയ്യാനും പല പ്രവൃത്തികൾ ചെയ്യാനുമൊട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പലയിടത്തുനിന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി അൻസിബയ്ക്കെതിരെ പല പോസ്റ്റുകളും വീഡിയോസും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് പലരുടെ ഭാഗത്ത് നിന്നും. ഒരു എക്സാമ്പിൾ ഞാൻ തരാം. ഒരു ഒരെണ്ണം ഇരിക്കട്ടെ, ഒരു ഹെച്ചിൽ തുടങ്ങുന്ന ഒരു പേരുള്ള ഒരാൾ. അങ്ങനെ പലരും ഇനി അൻസിബയ്ക്കെതിരെ മുന്നോട്ട് വീഡിയോസുമായി വരും താമസിയാതെ തന്നെ. കാരണം പല കൊട്ടേഷനുകളും ഒക്കെ അൻസിബയെ തകർക്കാൻ വേണ്ടിയിട്ടും അൻസിബയെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പലർക്കും പൈസ കൊടുത്ത് കൊട്ടേഷൻ കൊടുക്കുന്നു എന്നുള്ള റൂമേഴ്സ് അടക്കം കരക്കമ്പിയിൽ സംസാരമുണ്ട്. ഈ കരക്കമ്പിയിലെ സംസാരങ്ങൾ എങ്ങനെയാണ് ഞാൻ അറിയുന്നു എന്നല്ലേ, ഞാൻ ഈ കരക്കമ്പിയിൽ കൂടി ഒളിഞ്ഞു കേട്ടെന്നങ്ങ് വിചാരിച്ചാൽ മതി. അത് ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു അരുവേന്ന് തുടങ്ങാം. ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിന്റെ അക്കൗണ്ട് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. അവരൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, വെണ്ണല തൈക്കാട്ട് ശ്രീ മഹാദേവ ടെമ്പിൾ. ഈ ടെമ്പിൾ അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഈ ടെമ്പിളിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ. ഈ ടെമ്പിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആളാണ് TG നന്ദകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഈ TG നന്ദകുമാറാണ് അമ്മ എന്ന സംഘടനയിലേക്ക് ഒരു 75 ലക്ഷം സ്പോൺസർ ചെയ്തത്. 75 ലക്ഷം സ്പോൺസർ ഒക്കെ കൊടുത്തിട്ട് ഇരിക്കുന്ന സെറ്റപ്പ് ഒക്കെ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ 75 ലക്ഷം രൂപ കൊടുത്ത ഒരു സ്പോൺസർ. അപ്പോൾ എന്തിനാണ് ഈ 75 ലക്ഷം രൂപ അമ്മ സംഘടനയ്ക്ക് സ്പോൺസറിനാക്കായിട്ട് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ തിരിമറികളുണ്ട്. പിന്നെ ഈ ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രൊമോഷനാണ്. ആ ഒരു സെറ്റപ്പൊക്കെ പറഞ്ഞിട്ടാണ് സ്പോൺസർഷിപ്പ് എടുത്ത് ഇങ്ങനെ പൈസയൊക്കെ കൊടുത്തിട്ടുള്ളത്. അമ്പലം അങ്ങനെ വലിയ ഫേമസ് ആയിട്ടുള്ള അമ്പലമൊന്നും അല്ല. അത്യാവശ്യം ചെറിയ തോതിലുള്ള അമ്പലമൊക്കെ തന്നെയാണ്, ഭയങ്കര ഫേമസ് അമ്പലമൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു അമ്പലത്തിൻ്റെ ബേസിൽ നിൽക്കുന്ന ഒരാളാണ് ഈ TG നന്ദകുമാർ. ഈ വ്യക്തിയാണ് ഈ സംഘടനയിൽ മറ്റേ പ്രസിഡന്റ് ആരെന്നറിയല്ല, ശ്വേതാണ്ണൻ. ഈ ഒരു 75 ലക്ഷം രൂപയൊക്കെ കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതിലോട്ടും വരാം. അടുത്ത് വേറൊരു കേസും നമ്മുടെ ശ്വേതാ മേനോന്റെ ഇപ്പോഴത്തെ ഭർത്താവായിട്ടുള്ള ശ്രീ വത്സനാണ് നമ്മുടെ അമിത്ഷായ്ക്ക് ഈ പ്രസംഗിക്കാനുള്ള റൈറ്റപ്പൊക്കെ എഴുതി കൊടുക്കുന്നത്. നല്ല കാര്യമാണ്, നല്ല അടിപൊളിയായിട്ട് പോട്ടെ മുന്നോട്ട്. അപ്പം നമുക്ക് അമ്പലം അവിടെ നിൽക്കട്ടെ. ഇനി ലക്ഷ്മിപ്രിയയിലോട്ട് വരാം. അമ്പലത്തിന്റെ കേസിലോട്ട് വരാൻ കേട്ടോ. അപ്പൊ ലക്ഷ്മിപ്രിയയിലോട്ട് വരികയാണെങ്കിൽ ഇന്നലെ ലക്ഷ്മിപ്രിയ മീഡിയക്ക് കൊടുത്ത ബൈറ്റിൽ അവൾ തന്നെ അവളുടെ കുഴി കുഴിച്ചിട്ട് തലയിൽ കൂടി മണ്ണ് വരയിട്ടിട്ട് കമന്നിരിക്കുന്ന പരിപാടി കാണിച്ചിട്ടുണ്ട്. അതെന്താണ് എവിടെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് ലക്ഷ്മിപ്രിയ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൻസിബ പറഞ്ഞു 3 മണിക്കൂർ തന്നെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയിരുന്നു എന്ന്. എന്നാൽ ലക്ഷ്മിപ്രിയ പറയുന്നു 1 മണിക്കൂറും 17 മിനിറ്റ് 20 സെക്കൻഡുമാണ് പിടിച്ചിരുത്തിയത്. ഓക്കെ. അപ്പോൾ അൻസിബ പറയുന്നത് കള്ളവുമാണ്. ഓക്കെ, ആ ഒരു സാധനമാണ് അവിടെ വരുന്നത്. നോക്കിക്കോണം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു നോട്ടീസ് പോലും അയക്കാതെ അൻസിബയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അവിടെ ഈ പറയുന്ന ലക്ഷ്മിപ്രിയ പറഞ്ഞത് എത്ര? 1 മണിക്കൂറും 17 മിനിറ്റും 20 സെക്കൻഡും എന്തിനിരുത്തി? ഈ പറയുന്ന അൻസിബയ്ക്ക് ഒരു നോട്ടീസ് പോയിട്ടില്ല. ഓക്കെ, അൻസിബ പറഞ്ഞ 3 മണിക്കൂർ കള്ളമെന്നല്ല നീ പറഞ്ഞോണ്ടെന്നാ. നീ പറയുന്നത് എന്താ? ഇത്ര മണിക്കൂർ, അതായത് 1 മണിക്കൂറും 17 മിനിറ്റ് 20 സെക്കൻഡുമാണ് അവിടെ ഇരുത്തിയെന്ന്. ഒരു നോട്ടീസ് പോലും അയക്കാണ്ട് അൻസിബയെ എന്തിനാ അവിടെ പിടിച്ചിരുത്തി? തനിക്കെതിരെ, അതായത് അൻസിബയ്ക്കെതിരെ ഒരു FIR ഇല്ല, ഒന്നുമില്ല. ആ സ്ഥിതിക്ക്
ഒരു വ്യാജ പരാതിയെ തുടർന്ന് പോലീസുകാർ ഒരു നോട്ടീസ് പോലും അയക്കാതെ അൻസിബ എന്തിനാ അവിടെ പിടിച്ചുകൊണ്ടിരുത്തി? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഏതാണ്ടൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇനി അൻസിബ പോയിരുന്നു 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന ലക്ഷ്മിപ്രിയ അവിടെ എത്തിയിട്ടുള്ളത്. ഓക്കെ, നോട്ട് ദ പോയിന്റ്. അപ്പോൾ അൻസിബ പറഞ്ഞതുപോലെ താൻ 3 മണിക്കൂർ ആ പോലീസ് സ്റ്റേഷനിൽ ഹരാസ് ചെയ്യപ്പെട്ടു. പിന്നെ അവിടെ CCTVയും കോപ്പുമൊന്നുമില്ല. പിന്നെ ഈ CCTVയും കോപ്പുകളും ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് ലക്ഷ്മിപ്രിയയ്ക്ക് അവിടെ നിന്ന് CCTVയും ഫുട്ടേജും കാര്യങ്ങളും എൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്? എന്തർത്ഥത്തിലാണ്? ഒളിക്യാമറയെല്ലാം വെച്ചാണോ? ലക്ഷ്മിപ്രിയ തട്ടിയങ്ങ് വിടുന്നുണ്ടായിരുന്നു. ഒരു നോട്ടീസ് പോലും അയക്കാണ്ട് ഒരു പെൺകുട്ടിയെ 3 മണിക്കൂറോളം ഒരു സ്റ്റേഷനിൽ വിളിച്ചിരുത്തി മാനസികമായിട്ട് ഹരാസ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ഹരാസ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ സ്റ്റേഷനിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാവരെയും സസ്പെൻഡ് ചെയ്യണം കേട്ടോ. കാരണം നോട്ടീസ് പോലും അയക്കാണ്ടാണ് ഒരു പെൺകുട്ടിയെ വെറും ഫോൺ കോളിലായിരിക്കണം മേബി വിളിച്ചു വരുത്തി അവിടെ ഇരുത്തിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. എന്നെ പല സ്റ്റേഷനുകളിൽ വിളിച്ചിട്ടുണ്ട്, പലയിടത്തും ഞാൻ പോയിട്ടുണ്ട്. എന്നെ ഫോൺ കോൾ വിളിക്കുമ്പോഴേ ഞാൻ പോകും. റിട്ടേൺ നമുക്ക് ഈ നോട്ടീസൊന്നും വേണ്ട, ഞാൻ അല്ലാണ്ട് തന്നെ പോയിട്ട് എൻ്റെ ബാങ്ക് ക്ലിയർ ആയിട്ട് വരും. പക്ഷെ അൻസിബ പോകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഇപ്പം എന്നെ ആയാലും ഫോൺ വഴി ഒരു സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെ ആയാലും ഫോൺ വഴി ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട കാര്യമില്ല. നിയമവശം അങ്ങനെയാണ്, നമ്മൾ പോകേണ്ട കാര്യമില്ല. നമുക്ക് നോട്ടീസ് അയക്കാൻ പറയണം. നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് പോവാം. പിന്നെ പോയില്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ FIR ഇടാം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ആദ്യം വിളിക്കുന്ന സമയത്ത് നമ്മൾ പോകണമെന്നില്ല, നോട്ടീസ് അയക്കാൻ പറയണം. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എന്നെ വിളിക്കുമ്പോൾ തന്നെ സാറേ ഞാൻ എത്തി എന്ന് പറഞ്ഞ് പോകാറാണ് പതിവ്. ഓക്കെ, അത് ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ്. ഞാൻ അവിടെ പോയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ട് പോരും. ഓക്കെ, അത് വിട്. അപ്പോൾ ഇവിടെ അൻസിബയുടെ കേസിൽ അൻസിബയെ 3 മണിക്കൂറോളം ആ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തി ഹരാസ് ചെയ്യപ്പെട്ടു. അവളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേഷനിലുള്ള എല്ലാവരും അടക്കം കുടുങ്ങേണ്ടതാണ്. കാരണം ഒരു നോട്ടീസ് പോലും അയക്കാണ്ട് അവിടെ വിളിച്ചു വരുത്തി അവളെ ഈ കോലത്തിലാക്കി വിട്ടിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ലക്ഷ്മിപ്രിയ ഒരു പരാതി കൊടുത്തല്ലോ. പരാതിയെ തുടർന്നിട്ട് ലക്ഷ്മിപ്രിയ തന്നെ പറഞ്ഞു 1.5 മണിക്കൂറോളം അവിടെ ഇരുന്നെന്ന്. അൻസിബ വന്നിരുന്നെന്ന്. അപ്പം നോട്ടീസ് പോലും കിട്ടാണ്ട് അൻസിബ അവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം തെളിഞ്ഞില്ലേ? ഇനി CCTV പോലും ഇല്ലാത്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് എവിടെ നിന്നാണ് ലക്ഷ്മിപ്രിയക്ക് ഫൂട്ടേജ് കിട്ടിയത്? പിന്നെ അൻസിബ ഒരു ചാറ്റിൻ്റെ കേസ് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു. ഈ പറയുന്ന ലക്ഷ്മിപ്രിയയുടെ എന്തോ ഒരു ഫോട്ടോ ഞാൻ തന്നെ പറയാണ്ട് നിങ്ങളൊന്ന് ഊഹിച്ചെടുത്തോ. കരക്കമ്പിയിലുള്ള സംസാരമുണ്ട്, നമുക്കറിയത്തില്ല ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന്. ഞാൻ തുപ്പി കാണിക്കാൻ നിങ്ങൾ ഇടയ്ക്ക് എഴുതി വായിച്ചെടുത്തോ. അപ്പോൾ ഒരു ഫോട്ടോയുടെ കേസുണ്ട്. ഈ ഒരു ഫോട്ടോ കൈമാറുന്ന അൻസിബ എന്തോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും അവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ അൻസിബ ലക്ഷ്മിപ്രിയ റിലേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്. പിന്നെ ലക്ഷ്മിപ്രിയ ചെറിയ ഗുണ്ടി സെറ്റപ്പൊക്കെ എന്നൊക്കെയാണ് കരക്കമ്പിൽ ആരൊക്കെയോ പറയുന്നത്. എനിക്കറിഞ്ഞതുള്ളത് തന്നെയാണ്. ഗുണ്ടിയാണോ, ഗുണ്ട സെറ്റപ്പാണോ എന്ന്, ചെറിയ ഗുണ്ട സെറ്റപ്പൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല. നമുക്കറിയത്തില്ല ആരൊക്കെ എന്തൊക്കെ കരക്കമ്പിയിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്വപ്നമൊക്കെ കാണും. വിട്. ഓക്കെ, അതും അവിടെ നിൽക്കട്ടെ. പിന്നെ ഇടയ്ക്കൊരു മറ്റേ സെക്യൂരിറ്റിയും അതുല്യയുടെയൊക്കെ ഒരു വിഷയം കയറി വന്ന് ഈ നിന്ന ട്രാക്കിൽ നിന്ന് നേരെ വളച്ചൊടിച്ച് വിട്ടാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അതെന്തിനെന്നറിയാമോ? ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത് ശ്വേതാ മേനോനിലോട്ട് സാധനം പോവാതിരിക്കുകയാണ്. ഓക്കെ, ശ്വേതാ മേനോനിലോട്ട് പോവാതെ ഈ പറയുന്ന TG നന്ദകുമാർ സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുള്ള 75 ലക്ഷത്തിൻ്റെ കണക്കുകളും ഈ ടെമ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളും പുറത്തു വരാതിരിക്കാനും എന്തൊക്കെയോ ദുരൂഹതകൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അതൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്യൂരിറ്റിയുടെ കേസും അതുല്യയുടെ കേസും ഒക്കെ എടുത്തിട്ട് നേരെ വളച്ചിടിച്ച് അങ്ങോട്ട് വിട്ടത്. ഇവിടെ ഈ ഊളകൾ കാണിക്കുന്ന പല കൊള്ളരുതായ്മകളും അൻസിബ ചോദ്യം ചെയ്യുന്നുണ്ട്. അൻസിബ പലതും അറിഞ്ഞ് അവളത് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഈ ഊളകൾക്ക് ഊളപ്പരിപാടികൾ ചെയ്യാൻ പറ്റാതെ ആയപ്പോൾ മുഞ്ചി അൻസിബ എങ്ങനെയെങ്കിലും ചവിട്ടി പുറത്താക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. അങ്ങനെ കുറേ ഉഡായിപ്പ് പരിപാടികൾ ഇതിൻ്റെ അകത്ത് കാട്ടിക്കൂട്ടുന്നുണ്ട്. സീരിയസ്ലി എന്നൊക്കെയാണ് കരക്കമ്പിയിൽ പറയുന്നത്. ഞാനിത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഊഹിച്ചെടുത്തോണം. കരക്കമ്പിയിൽ. ഓക്കെ, കരക്കമ്പിയിൽ എന്നുള്ള കാര്യങ്ങളടക്കം കരക്കമ്പിയിൽ സംസാരങ്ങളുണ്ട്. പല വിഷയങ്ങൾ, പല പോക്കൃത്തനങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി ഈ ടെമ്പിളിൻ്റെ പ്രൊഫൈല് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. ഈ തൈക്കാട്ട് ശ്രീ മഹാദേവ ടെമ്പിൾ, ഈ ടെമ്പിൾ അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഈ ടെമ്പിളിൽ പ്രൊമോഷൻസും കാര്യങ്ങളും ഈ അമ്മ സംഘടനയിൽ ഓരോരുത്തരും ഒക്കെയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അത് അൻസിബ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടെമ്പിളിൽ പോയിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്ന അൻസിബ ഒരു വർഗീയവാദിയാണ് അല്ലെങ്കിൽ ജിഹാദിയാണെന്നൊക്കെ പറഞ്ഞ് പലരും പടച്ചു വിട്ട് അവളെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. തന്തയില്ല അങ്ങനെ. അതിൽ
ഒരു പയ്യൻ നോമ്പ് പിടിച്ചതടക്കം ഇവള് നിർബന്ധിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരെ പരത്തി. പിന്നെ അവരൊക്കെ ഒന്ന് രംഗത്തൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയല്ല, അവൻ്റെ ഇഷ്ടത്തിന് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല രീതിയിലും ഇവളെ താഴ്ത്തിക്കെട്ടാൻ നല്ലോണം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി ഇവള് തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കുകയും അത് ചോദ്യം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇവളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും അവർ ചെയ്തത്. എന്നാൽ ഇന്ന് ഈ ടെമ്പിളിലോട്ടും ഈ സ്പോൺസർഷിപ്പിലോട്ടും ഈ ഫണ്ടിന്റെ കേസിലോട്ടും പൈസയുടെ വരവ് പോക്കും, പ്രത്യേകിച്ച് നമ്മളൊരു ചാരിറ്റി, ഈ പറയുന്ന പോലെ അമ്പലങ്ങൾ, പള്ളികൾ, ഇവിടെയൊക്കെ വരുന്ന പൈസകൾക്ക് ഒരിക്കലും കണക്ക് കാണത്തില്ല. കണക്ക് കാണിക്കേണ്ട, കണക്കൊന്നും ഇല്ല, അതാണ് സത്യം. അതുകൊണ്ട് ഈ ടാക്സ് വെട്ടിപ്പ്, ഇങ്ങനത്തെ പല പരിപാടികളും ഇതിൻ്റെയൊക്കെ മറവിൽ സുഖമായിട്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ ടാക്സ് വെട്ടിപ്പും പരിപാടിയും ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് ചാരിറ്റി. നല്ല പോലെ ടാക്സ് വെട്ടിപ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ ആണിപ്പോണി സ്പഷ്ടമായിട്ട് നടക്കും. അപ്പം ഈ ഒരു വെണ്ണാല തൈക്കാട്ട് ശ്രീ മഹാദേവ ടെമ്പിളിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന അമ്മ സംഘടനയിലുള്ള പല പ്രമുഖ താരങ്ങളടക്കം തന്നെയാണ്. മാളവികയുണ്ട്, ലാലേട്ടനുണ്ട്, ജയസൂര്യയുണ്ട്, പിന്നെ ഈ പറയുന്ന അൻസിബ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരുപാട് ആൾക്കാർ. ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാം. ഓക്കെ, അൻസിബയുടെ ഒരു വീഡിയോ ആദ്യം കൊടുക്കാം. ഓക്കെ, ഇത് അൻസിബയുടെ ഒരു വീഡിയോ ആണ്. ഇനി ലാലേട്ടന്റെ ഒരു ഫോട്ടോ കൊടുക്കുക. അതായത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആ വ്യക്തിയായിട്ട് ലാലേട്ടൻ അവിടെ വരുന്നതാണ്. ഇത് ചെറിയൊരു അമ്പലമാണ്, പക്ഷേ ഇവരെല്ലാവരും ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ അവിടെ എല്ലാ നടന്മാരും ഒക്കെ വരുന്നുണ്ട്. അതിനർത്ഥം തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മുടെ വേറൊരു നടി, ഇവരെയൊക്കെ അറിയാമല്ലോ, ഇവരെല്ലാവരും ഈ അമ്പലവുമായി റിലേറ്റ് ചെയ്ത് അവിടെ വരുന്നുണ്ട്. ഇനി ജയസൂര്യയുടെ ഒരു വീഡിയോ ഞാൻ കൊടുക്കാം. ഓക്കെ, ഇവരെല്ലാം അതായത് സിനിമാ ഫീൽഡിലുള്ള മിക്ക ആൾക്കാരും, അമ്മ സംഘടനയിലുള്ള മിക്ക ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ജയസൂര്യ പറയുന്ന മറ്റൊരു വീഡിയോ ഒക്കെ. എല്ലാവർക്കും നമസ്കാരം. 2000 വർഷം പഴക്കമുള്ള വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവം ആരംഭിക്കുകയാണ്. അതിനോട് അനുബന്ധിച്ചുള്ള ചടങ്ങിൽ ഇന്ന് 7 മണിക്ക് പങ്കെടുക്കാൻ ഞാനും എത്തുന്നുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നോക്കാം. അതായത് 2000 വർഷം പഴക്കമുള്ള അമ്പലം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സെറ്റപ്പ് ഒന്നും അല്ല. ഓക്കെ, ഭയങ്കര പേര് കേട്ട അമ്പലമാണെന്നൊന്നും എനിക്ക് തോന്നില്ല, അങ്ങനത്തെ ഇതല്ല. പക്ഷെ ഇവരെല്ലാവരും, അതായത് സിനിമാ ഫീൽഡിലുള്ള മിക്കവരും. ഇനി ജഗദീഷിന്റെ ഒരു വീഡിയോ കൊടുക്കുക. സ്വന്തം പൂജാമുറിയിൽ കിട്ടിയെന്നിരിക്കില്ല. ഇനി കിട്ടുന്നുണ്ടെങ്കിൽ സ്വന്തം പൂജാമുറിയിൽ ഇരുന്ന് ഭജിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ക്ഷേത്രത്തിൽ വരണമെന്നുള്ള ഒരു മസ്റ്റ് അല്ല. പക്ഷെ ക്ഷേത്രത്തിൽ വരുമ്പോൾ അതൊരു സമൂഹത്തിന്റെ ഭാഗമായി മാറുന്നു. നമ്മളൊരു കൂട്ടായ്മയാണ്. അവിടെ ഭക്തിയോടെ വരുമ്പോൾ എല്ലാം അർപ്പിച്ച് ഭഗവാനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളോടെ നമ്മൾ അനുഭാവത്തോടെ നോക്കിക്കാണും. അതൊക്കെയല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. ആ പരസ്പരമുള്ള ആ ചിന്തകൾ, അതാണ് തീർച്ചയായിട്ടും നമ്മൾ നയിക്കുന്നത്. ഓക്കെ, റെഡി. ഓക്കെ, പുറകിൽ അന്നാരാജൻ ഇരിപ്പുണ്ട്. അങ്ങനെ ഈ സിനിമ ഫീൽഡിലുള്ള മിക്കവരും ഈ ഒരു അമ്പലവുമായി റിലേറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. മറ്റേ നടിയുണ്ടല്ലോ, ഇവരൊക്കെ അറിയാലോ, പേരുകളൊക്കെ മറന്നുപോയി. കണ്ടല്ലോ, എല്ലാവരും സകലമായ സിനിമാ ഫീൽഡിലുള്ള ടീംസും ഈ അമ്പലത്തിൽ എത്തുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അനു സിത്താരയും വന്നിട്ടുണ്ട്, അതും കൊടുക്കാം. ഹലോ, ഞാൻ ചോദിക്കാം, ചേച്ചി ഇവിടെ ഇത് നേരെ ഓപ്പോസിറ്റ് അല്ലേ? അതെ, ഓക്കെ, അനു സിത്താര, പ്രിയങ്ക, എല്ലാവരും സകലമായ ആൾക്കാരുണ്ട്. ഇനി മാളവികയുടെ ഒരു വീഡിയോ കൊടുക്കാം. തൈക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാവർക്കും നമസ്കാരം. 2000-ലധികം വർഷം പഴക്കമുള്ള വെണ്ണല തൈക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രം. ഓം നമഃ ശിവായ. നമസ്കാരം, ഞാൻ മാളവികയാണ്. 2000-ലധികം വർഷം പഴക്കം. കണ്ട, എല്ലാവരും ഈ ഒരു അമ്പലത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചോണം, വെണ്ണല തൈക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രം. ഓക്കെ, അൻസിബയുടെ ഒരു വീഡിയോ കൂടി കൊടുക്കാം. അല്ലേ ഇതിന്റെ അത് നടക്കില്ല, അത് ഒഴിവാക്കുക. ഒന്ന് സ്ഥലം പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പോയിരിക്കും. ചന്ദ്രനാഥ്
ഈ അമ്പലത്തിന്റെ സകലമായ പ്രൊമോഷൻസ് ഇവരൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഈ അമ്പലത്തിനെ 10 ആൾക്കാരിലേക്ക് എത്തിക്കുകയും അത് തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവമുണ്ട്. അതിലോട്ട് എനിക്ക് വരണം. അതിലോട്ട് നമ്മൾ വരും, കാലക്രമേണ വരും, വരാതെ ഇവിടെ പോകാനില്ല. അപ്പോൾ ഞാനിത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ റിലേറ്റ് ചെയ്തിട്ട് എല്ലാ നടന്മാരും നടിമാരും അവിടെ വീഡിയോസ് കാര്യങ്ങൾ വരുന്നു എന്നുള്ളൊരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അതിന് വേറെ റീസൺസ് ഉണ്ട്. വേറൊരു വീഡിയോ കൊടുക്കുക. നമ്മുടെ അന്നാർ രാജൻ അറിയാലോ, സെപ്പറേറ്റ് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനിയുണ്ട് ബാ ബല. ഇതാണ് അമ്പലം. സകലമാന ആൾക്കാരും, അതായത് ഫിലിം ഫീൽഡിലെ സകലമാന ആൾക്കാരും അവിടെ ഉണ്ട്. ഞാൻ പിന്നെ വോയിസ് കോപ്പിറൈറ്റിൻ്റെ വിഷയം കണ്ടല്ലോ, കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം. സകലമാന ആൾക്കാരും അവിടെ ഉണ്ട്. നല്ലൊരു വലിയ സെറ്റപ്പായിട്ടാണ് അവർ നടത്തുന്നത്. വലിയ പേര് കേട്ട വലിയ അമ്പലമൊന്നും അല്ല, പക്ഷേ 10 ആൾക്കാരിലേക്ക് അവർ എത്തിക്കുന്നു. ഓക്കെ, നല്ല ഉത്സവവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടത്തുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചോണം. ഇനിയുണ്ട്. അടുത്ത അൻസിബ. വെണ്ണല മഹാശിവരാത്രി ഉത്സവത്തിന് ഒരുപാട് കഷ്ടപ്പെട്ട ആളുകളാണ് ഈ ബസ്സിനെ എത്തിച്ചിരുന്നത്. അവർക്ക് എല്ലാവർക്കും ഈ അമ്പലം തന്നെയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ പോയിട്ട് കറങ്ങി വരിക, അത് ഫ്ലൈറ്റിൽ പോയിട്ട് വരികയാണ്. അപ്പോൾ ഈ ബസ് നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. നമ്മുടെ ചന്ദ്രേട്ടനാണ് കേട്ടോ ലീഡ് ചെയ്യുന്നത്. ഈ ചന്ദ്രേട്ടൻ എവിടെയാണെന്ന് ചോദിക്കരുത്. ചന്ദ്രേട്ടൻ ഒരു കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. തീർച്ചയായിട്ടും ചന്ദ്രേട്ടന്റെ ബോർഡിംഗ് പാസ് അത് എനിക്ക് വളരെ സന്തോഷമാണ്. ഈ യാത്ര ശുഭകരമായി തീരട്ടെ. പ്രായത്രയ്ക്കയിലേക്ക് പോകാൻ സാധിക്കുമെന്ന് അറിഞ്ഞൂടല്ലോ. അമ്പലത്തിൽ നിന്ന് പോകാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ ആദ്യമായിട്ടാണ് പോണത്. ചെയർമാൻ എല്ലാവരും കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ചെയർമാന് തൈക്കാട്ടത്തിൻ്റെ അനുഗ്രഹം നന്നായിട്ട് ഇനിയും ഉണ്ടാകട്ടെ. ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറാറുള്ളത്. അപ്പോൾ അത് ചെയർമാനോടുള്ള ഏറ്റവും വലിയൊരു നന്ദി പ്രകടിപ്പിക്കുന്നു. വെണ്ണല മഹാശിവരാത്രി ഉത്സവത്തിന് ഒരുപാട് കഷ്ടപ്പെട്ട ആളുകളാണ് ഈ ബസ്സിനെ എത്തിച്ചിരുന്നത്. അവർക്ക് എല്ലാവർക്കും ഈ അമ്പലം തന്നെയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ പോയിട്ട് കറങ്ങി വരിക, അത് ഫ്ലൈറ്റിൽ പോയിട്ട് വരികയാണ്. അപ്പോൾ ഈ ബസ് നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. നമ്മുടെ ചന്ദ്രേട്ടനാണ് കേട്ടോ ലീഡ് ചെയ്യുന്നത്. ഈ ചന്ദ്രേട്ടൻ എവിടെയാണെന്ന് ചോദിക്കരുത്. ചന്ദ്രേട്ടൻ ഒരു കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുണ്ട്, അമ്പലത്തിൻ്റെ പ്രൊഫൈലാണ്, അതിലുണ്ട്. അപ്പോൾ അതവിടെ കിടക്കട്ടെ, നല്ല കാര്യമാണ്. അപ്പോൾ ഇതിൽ ഈ അമ്പലത്തുമായി ബന്ധപ്പെട്ട് TG നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി 75 ലക്ഷം സ്പോൺസർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഈ 75 ലക്ഷം എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ടാണോ? എൻ്റെ അറിവിലല്ല. 75 ലക്ഷം ഈ പറയുന്ന അമ്മ സംഘടനയ്ക്ക് എന്തിന് സ്പോൺസർ ചെയ്തു എന്നുള്ളതൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ്. 75 ലക്ഷം രൂപ. ഓക്കെ, പിന്നെ ഇവരിതെല്ലാം പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അൻസിബ ആയാലും കണ്ടില്ലേ, അവരുടെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ കടത്തി വിടുന്നുണ്ട്. കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്യൂരിറ്റി അതുല്യ ഇഷ്യൂ ഇതിൻ്റെ ഇടയിലെടുത്തിട്ട് ട്രാക്ക് മാറ്റി വിട്ട് ഈ അൻസിബ വാ തുറന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും കള്ളി വെളിച്ചത്തിലാവുന്നത് പോലെ ആകും. പല കാര്യങ്ങളും. ഇതിപ്പോൾ നമുക്ക് പറയുന്നതിന് ഒരു ലിമിറ്റുണ്ട്. കാരണം എല്ലാം വിളിച്ച് പറയാൻ പറ്റത്തില്ല. കുറേ കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കേടും ഉള്ള കാര്യം പറയാം. പിന്നെ ഗുണ്ടി സെറ്റപ്പുകൾ ലക്ഷ്മി പ്രിയയ്ക്ക് ഉണ്ടെന്നൊക്കെ കരക്കമ്പിയിലൊക്കെ ആൾക്കാരൊക്കെ പറയുന്നത് നമുക്ക് അറിഞ്ഞൂടാട്ടാ, നമ്മളെന്നും പിടിച്ചിടിക്കല്ലേ, വയ്യാത്തോണ്ടാ പറയുന്നത്. അപ്പോൾ ഇത് വെറും ഒരു സാമ്പിളാണ്. ഈ ഒരു വീഡിയോ വെറും ഒരു സാമ്പിളാണ്. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ, അതായത് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. നിങ്ങൾ കാണണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് കുറേ സാധനങ്ങൾ ഞാൻ ഇട്ടങ്ങ് പോയി. കാരണം ഇനി
ഇത് കാണേണ്ടവരാരെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് ഞാൻ എവിടെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ട കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ആസിഫ് അലിയുടെ ഒരു വീഡിയോ കൊടുക്കാം. അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ പ്രശ്നങ്ങളിൽ നിവൃത്തികേട് കൊണ്ടായിരിക്കണം നടി അൻസിബ ഹസൻ പ്രതികരിച്ചതെന്ന് നടൻ ആസിഫ് അലി പറയുന്നു. സംഘടനയിലെ പ്രശ്നങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കണം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമ്മയുടെ നേതൃത്വത്തിലുള്ളവർക്ക് കൂടുതൽ സമയം നൽകണം എന്നും ആസിഫ് അലി ദുബായിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അത് തന്നെയാണ്. സംഘടനയിലെ പ്രശ്നങ്ങൾ സംഘടനയിൽ തന്നെ തീരണം. അല്ല, അതിനുള്ളൊരു സ്പേസ് അവിടെയുണ്ട്. അതിൽ തീരാത്തപ്പോഴായിരിക്കണം അത് പബ്ലിക്കായിട്ട് പലർക്കും ഇപ്പം അൻസിബയെ പോലെയുള്ളവർ നിവൃത്തികേട് കൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു പറയുന്നത്. പ്രശ്നങ്ങൾ എല്ലാ സംഘടനകളിലും ഉണ്ടെന്നും അത് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് വ്യത്യാസമെന്നും നടൻ ആസിഫ് അലി അഭിപ്രായപ്പെട്ടു. സംഘടനയ്ക്കുള്ളിൽ തന്നെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കേണ്ടത്. ജിഹാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചെന്ന അൻസിബയുടെ പരാതി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മതപരവും ജാതീയവുമായ കാര്യങ്ങളെ ഗൗരവമായെടുത്താൽ പ്രശ്നം വലുതാകുമെന്നായിരുന്നു ആസിഫ് അലിയുടെ അഭിപ്രായം. വിവേകത്തോടെയാണ് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ജാതിപരമായ കാര്യങ്ങൾ അതിൽ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരാൻ നോക്കുമ്പോൾ അതിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പ്രശ്നം വളരെ വലുതാവും. അതിൽ നമ്മുടെ കോമൺ സെൻസും നമ്മുടെ ബുദ്ധിയും ഉപയോഗിച്ച് റിയാക്ട് ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഇത് പഴയ ഒരു കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായിരുന്ന പ്രശ്നമാണെന്നാണ്. പക്ഷെ ഈ പുതിയ കാലഘട്ടത്തിൽ ഇത് വളരെ ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ യുക്തിയോടുകൂടി നമ്മൾ തീരുമാനിക്കണം. ഇപ്പൊ ഞാൻ പറയുന്ന മറുപടി പോലും ഇതിനൊരു സ്പാർക്കിലേക്ക് കൊണ്ടുപോയേക്കാം. അമ്മയുടെ നേതൃത്വത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടുവന്നത് മറ്റൊരു സംഘടനയും കാട്ടാത്ത ധൈര്യമാണ്. പ്രസിഡന്റ് ശ്വേതാ മേനോൻ അടക്കമുള്ളവർക്ക് പ്രശ്നം പരിഹരിക്കാൻ കൂടുതൽ സമയം നൽകണമെന്നും ആസിഫ് അലി പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, ദുബായ്. അവൻ നൈസായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു. ഇത് അതൊന്നുമല്ല, ഇത് വേറെ കുറെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഉണ്ട്. ശ്വേതാ മേനോനൊക്കെ ഒളിച്ച് മാളത്തിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്, മറ്റേ എലി ഒളിച്ചിരിക്കുന്ന പോലെ. ഇതൊക്കെ ഇനിയിപ്പോൾ പടമണമെന്ന് പറഞ്ഞുകൊണ്ട് വരും. ലക്ഷ്മി പ്രിയ തന്നെ ആ മീഡിയയിൽ ബൈറ്റ് കൊടുത്ത് അവൾ അവിടെ തന്നെ എക്സ്പോസായി. അവിടെ തന്നെ അവൾ പറയുന്ന എല്ലാം പച്ചക്കള്ളമാണെന്നുള്ള കാര്യങ്ങൾ എക്സ്പോസ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ പേപ്പർ കൊടുക്കാതെയാണ് അവളെ വിളിച്ച് വരുത്തിയിട്ടുള്ളത്, മറ്റേ പേപ്പർ. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ശ്വേതാ മേനോൻ്റെ ഹസ്ബൻഡ് അമിത്ഷായ്ക്ക് എഴുതുന്നത് വേറൊന്നും അല്ല. ഈ അമിത്ഷാ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പറയും ഇപ്പോൾ ഒന്നല്ല, സമയമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ബാക്കിയും കൂടിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് തൂക്കി പറക്കി എടുത്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത്യാവശ്യം ടോപ്പ് പിടിപാടുകളും കാര്യങ്ങളൊക്കെ വച്ചിട്ട് വേറെ പല പരിപാടികളും നടക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്രയും വലിയൊരു അമ്പലമൊന്നുമല്ല. അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ TG നന്ദകുമാർ എന്തടിസ്ഥാനത്തിലാണ് 75 ലക്ഷം ഈ പറയുന്ന സ്പോൺസർഷിപ്പ് ചെയ്തത്? അതൊരു ചോദ്യമാണ്. ഇനി 75 ലക്ഷം എന്നാണ് ഇങ്ങനെ പറയുന്നത് കരക്കമ്പിയിൽ. ഇതിൻ്റെ അപ്പുറം ഉണ്ടോ? ആരൊക്കെ ഇതിൽ പങ്കുപറ്റിയിട്ടുണ്ടോ? ഏതൊക്കെയാണോ ഒന്നും അറിയാൻ പാടില്ലേ? അപ്പൊ ശ്വേതാ മേനോൻ ചേച്ചി നന്മമരം കളിച്ച് കയറി ഇരിക്കുന്നുണ്ടല്ലോ ജഡ്ജേ. നോമെല്ലാം അറിയുന്നു. എന്റെ ധ്യാനദൃഷ്ടിയിൽ ധന്മത എന്ന് പറയുന്നത് പോലെ എല്ലാം നോം അറിയുന്നു കേട്ടോ. അപ്പൊ ശരി, നമുക്ക് കാണാം. ഇത് ചെറിയൊരു മറ്റേ തീപ്പെട്ടിട്ട് ഉരച്ചിട്ട് കത്താതിരുന്ന് ഉരയ്ക്കൂലേ, അത്രയേ ഉള്ളൂ. നമ്മൾ ഇനിയാണ് കത്തിക്കാൻ പോകുന്നത്. പിന്നെ അൻസിബയെ തകർക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വേറൊരു സൈഡിൽ കൂടി പൈസ കെട്ടി ഇളക്കി വിട്ട് കൊടുത്ത് ഉള്ള പരിപാടികളൊക്കെ പലരും ഒക്കെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. കരക്കമ്പിയിലാണ് സംസാരം. അപ്പോൾ ഇവിടെ ഉണ്ട് നമ്മൾ. ശരി, ബൈ.